ആസ്റ്റർ മിംസിൽ AI/VR സൗകര്യങ്ങളോടെയുള്ള PMR വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. നവീകരിച്ച PMR വിഭാഗത്തിന്റെ ഉദ്ഘാടനം ഷാഫി പറമ്പിൽ MP നിർവഹിച്ചു. അസുഖങ്ങൾ കൊണ്ടും അപകടങ്ങൾ കൊണ്ടും ശരീരത്തിന്റെ ചലനവും ജീവിതത്തിലെ സന്തോഷവും നഷ്ടപ്പെട്ടവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുപോക്കിന് സാധ്യമാകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച AI/VR സൗകര്യങ്ങളോടെയുള്ള PMR വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. ഫിസിയാട്രിസ്റ്റ്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ്, പ്രോസ്തെറ്റിസ്റ്റ്, ഓർത്തോട്ടിസ്റ്റ്, റീഹാബിലിറ്റേഷൻ നഴ്സുമാർ, സൈക്കോളജിസ്റ്റ്, സാമൂഹിക പ്രവർത്തകർ എന്നിവരടങ്ങിയ ടീമിലൂടെ PMRന്റെ പ്രവർത്തനം നടക്കുന്നത്. നവീകരിച്ച PMR വിഭാഗത്തിന്റെ ഉദ്ഘാടനം ഷാഫി പറമ്പിൽ MP നിർവഹിച്ചു. അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള ആശുപത്രികളിൽ ഇത്തരം വിഭാഗങ്ങളുടെ പ്രവർത്തനവും കൂടി വരുന്നതോടെ രോഗികൾക്ക് അത് കൂടുതൽ ആശ്വാസം നൽകുന്നതിനും വേഗത്തിൽ രോഗമുക്തി നേടുന്നതിനും കാരണമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആളുകളുടെ ഈ അസുഖബാധിതരായിട്ടുള്ള ആളുകളുടെ അവരുടെ ഫ്യൂച്ചറും ലൈഫും തന്നെ റിവൈറ്റ് ചെയ്യാനുള്ള തരത്തിൽ 40-60% ലൈഫ് എക്സ്പെക്ടൻസി പിന്നെ കൂടുന്നതായിട്ടൊക്കെ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. നമുക്ക് ചില ഹാർഡൻസ് ഉണ്ട്, സാമ്പത്തികമായിട്ട് കോസ്റ്റിന്റെ പ്രശ്നങ്ങളുണ്ട്, അതിന്റെ ഒരു ഫെസിലിറ്റി ഒരുക്കാനുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനെ ഓവർകം ചെയ്ത് നമ്മുടെ നാട്ടിലെ ഒരു ആശുപത്രി അങ്ങനെ ഫെസിലിറ്റിയോട് കൊണ്ടുപോകുന്നു. ഒരാളെ സക്സസ്ഫുൾ ആയിട്ട് ട്രീറ്റ് ചെയ്തു, അല്ലെങ്കിൽ കഴിഞ്ഞ 6 മാസമായിട്ട് അപകടത്തിൽ നിന്ന് മോചിതരായിട്ട് ഇവിടെ വേദിയിൽ നമ്മളോടൊപ്പം വന്നു നിന്ന് ഇങ്ങനെ ഒരു ലോഞ്ചിൽ പങ്കെടുക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് പറയുന്നു. ക്യാൻസറിന് ഉൾപ്പെടെ ഫൈറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ന്യൂറോ, പെയിൻ, ആംപ്യൂട്ടേഷൻ, ഓങ്കോ, ക്യാൻസർ, ജെറിയാട്രിക്, സ്പോർട്ട് ഇഞ്ചുറി, റുമറ്റോളജി, മസ്കുലോസ്കെലറ്റൽ, റീഹാബിലിറ്റേഷൻ തുടങ്ങി എല്ലാവിധ പുനരധിവാസ മേഖലകളും ഉൾക്കൊള്ളുന്നതാണ് നവീകരിച്ച PMR വിഭാഗമെന്ന് ആംസ്റ്റർ മിംസ് COA ലുക്മാൻ പൊന്മാടത്ത് പറഞ്ഞു. ചടങ്ങിൽ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം അനസ് എടത്തൊടിക, ആസ്റ്റർ മിംസ് CMS ഡോക്ടർ അബ്രഹാം മാമൻ, CMS ഡോക്ടർ നൌഫൽ ബഷീർ, PMR വിഭാഗം മേധാവി ഡോക്ടർ ആയിഷ റുബീന KP തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube